നമസ്കാരം. ഇന്നേക്ക് നമ്മെ കണ്ടിട്ട് ഏകദേശം 2 വർഷം. സത്യത്തിൽ ഈ 2 വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജുകള് ചാനൽ നിർത്തിയോ, അതോ ജീവിച്ചിരിപ്പുണ്ടോ, അതോ ഇനി വീഡിയോസ് ഒന്നും ഇടില്ലേ, എന്താണ് പരിപാടി എന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. പിന്നെ മാത്രമല്ല, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം ഈ 2 വർഷത്തോളം ഇത്രയും വലിയ ഗ്യാപ്പ് എടുത്തിട്ട് പോലും പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണുമ്പോൾ നമ്മളെടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അത് വളരെയധികം സന്തോഷം കിട്ടാറുണ്ട്. കാരണം നമ്മുടെ ചാനലിൽ ഇത്രയും നാളായിട്ട് വീഡിയോസ് ഇടാതിരുന്നിട്ട് പോലും നമ്മളെ മനസ്സിലാക്കി അതുപോലെ നമ്മളെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ ചാനലിൽ ഇനി വരാൻ പോണ അപ്ഡേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്താണ് പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ വേറെ കുറച്ച് പരിപാടികളിലായിരുന്നു. അതായത് എൻ്റെ കുറച്ച് മറ്റു സ്വപ്നങ്ങളുടെ പിന്നാലെ നടക്കുകയായിരുന്നു. അതായത് സിനിമ, അതുപോലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ ആയിരുന്നു. ഇപ്പം നിലവിൽ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒക്കെ പോയിട്ട് 1-2 പടത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും കുറച്ച് പരിപാടികളൊക്കെ പ്ലാനിലുണ്ട്. അതുപോലെ തന്നെ ഈ 2 വർഷത്തെ ഗ്യാപ്പിൽ എൻ്റെ ഫാദർ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് അത് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഫുൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് കിടന്നുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ അടക്കം നമ്മൾ വർക്ക് എടുത്ത് കോൺട്രാക്ട് എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നാലെ ആയിരുന്നു. അപ്പോൾ അൽജസിൽ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാദർ ഈ ഫീൽഡിൽ ഒരു 26 വർഷമായെങ്കിലും നമ്മൾ ഇന്റീരിയർ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ വേറെ വീഡിയോസ് ഇടാതിരുന്ന് വേറെ ഒന്നല്ല, വെറുതെ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിലവിൽ തിരിച്ചു വന്നേക്കുന്നത്, സത്യം പറഞ്ഞാൽ നമ്മളിപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ DIY ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് DIY എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോസ് ഇതുവരെ ചെയ്തു, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മളെ ചാനലിൽ വരാൻ പോണ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ DIY നിന്ന് ഓട്ടോമോട്ടീവിലേക്ക് മാറുകയാണ്. അതായത് കാർ റിവ്യൂസ്, പുതിയ കാർസും അല്ലെങ്കിൽ എക്സോട്ടിക് കാർസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് അതിലിപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ പോകാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം നമ്മളെ ഫാമിലി ഉണ്ട്. ഫാമിലിക്ക് എന്താണോ കാണാൻ താല്പര്യം അത് ചെയ്യാനാണ് എനിക്കും താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾ ഇത്രയും നാളത്തെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഫാമിലി എത്തി നിന്നത്. 2 വർഷത്തെ ഗ്യാപ്പ് വന്നെങ്കിൽ പോലും ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വീഡിയോസ് ഇടാതിരുന്നതിന് ശേഷം ഈ 2 വർഷത്തോളമായിട്ട് ഏകദേശം 2000 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സോളം ഡൗൺ ആയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഏത് ചാനലിലും ആവും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും വളരണം. നിങ്ങളുടെ കൂടെ തന്നെ ഇനിയും നമുക്ക് നല്ല രീതിയിലേക്ക് മാറ്റാവുന്നതാണ് ചാനലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. എന്താണ് മാറ്റങ്ങൾ വേണ്ടത്, എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഇത്ര നാൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണാതിരുന്നപ്പോൾ എന്തായിരുന്നു വിചാരിച്ചായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്ര നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്ത് ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിന്റെ ബലത്തിലാണ് ഞാൻ കാറിന്റെ റിവ്യൂസ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. വേറെ ഒന്നുമല്ല, ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പാഷനായിരുന്നു കാർസ് എന്നുള്ളത്. അതായത് കാർ വാങ്ങാന്നുള്ളതിൻ്റെ ഉപരി കാറുകൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ആഗ്രഹം. കാറുകൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതല്ല, പല കാറുകൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, ആ ഒരു പാഷൻ്റെ ബലത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് കൂടെ കിടന്നേക്കുന്നത്. വേറെ സ്പെഷ്യൽ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന്റെ പേരും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല, ഓക്സിജൻ ഐഡിയാസ് തന്നെയാണ്. പക്ഷെ അതിൽ നമ്മ ഒരു എഡിഷൻ പോലെ, അതായത് നമ്മ അതിലൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഓക്സിജൻ ഗാരേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൊരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ പോലെയാണ് ഈ സെയിം ചാനലിൽ തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന സെയിം വീഡിയോസിന്റെ ഇംഗ്ലീഷ് വേർഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഓക്സിജൻ ഗാരേജ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങുന്നുണ്ട്. അത് ഇംഗ്ലീഷും ഹിന്ദി മിക്സ് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ നിലവിലുള്ള ഓക്സിജൻ ഐഡിയസിന്റെ പേര് കാര്യങ്ങൾ മാറ്റുന്നില്ല. നമ്മൾ ഇതിലൊരു എഡിഷൻ പോലെ അല്ലെങ്കിൽ ഇതിലൊരു പ്ലേലിസ്റ്റ് പോലെയാണ് നമ്മൾ വീഡിയോസ് ചെയ്ത് പോകാൻ പോകുന്നത്. ഇടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ DIYയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് DIYയും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു ലുക്കിൽ, ഇനിയൊരു പുതിയൊരു ലോകത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഉണ്ടായ പോലെ തന്നെ സപ്പോർട്ട് വേണമെന്ന് നിങ്ങളോട് പറയുകയാണ്. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.